ഞങ്ങളെല്ലാം ടി വിയിൽ കൂടെ ബിഗ് ബോസ് കാണുമ്പോൾ രേണുസുതി ബിഗ് ബോസിൻ്റെ അകത്തിരുന്ന് ബിഗ് ബോസ് കാണുന്ന ആ രീതി ഒന്ന് മാറ്റണേ എൻ്റെ പൊന്ന് രേണുസുതി. ഇത്രയും ദിവസമായിട്ട് രേണുസുതി ആ ബിഗ് ബോസിൽ ഒന്നും കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുറത്തെ ഫാൻ ബേസ് രേണുസുതിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് രേണുസുതിക്ക് അറിയാൻ തോന്നിട്ടോ. ഇനി ആരെങ്കിലും രേണുസുതിയുടെ പേര് ഏതെങ്കിലും ഒരു ടാസ്കിൽ പറഞ്ഞാൽ അതിൽ കയറി പിടിച്ചോളും. എന്നിട്ട് കരച്ചിലായി പിഴിച്ചിലായി എനിക്കിപ്പോൾ തന്നെ പോകണം ബിഗ് ബോസ് എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കരയും ചെയ്യും. എന്നിട്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലോട്ട് വിളിച്ചപ്പോൾ നമ്മുടെ രേണുസുതി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. എൻ്റെ സുധിച്ചേട്ടൻ എൻ്റെ വീട്ടിലുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ മക്കളെ ഞാൻ സുധിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. രേണുസുതി ഇപ്പോഴും ആ ഒരു സുധിച്ചേട്ടൻ്റെ ആ ഒരു ഇതിൽ തന്നെ നിൽക്കുകയാണ്. അല്ലാതെ ബിഗ് ബോസിൽ വന്നെന്നോ ഒന്നുമില്ല. പുറത്ത് ആ ഒരു നെഗറ്റിവിറ്റി ആ ഒരു ഇതും വെച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ രേണുസുതി ഇപ്പോഴും ബിഗ് ബോസിലിരിക്കുന്നത്. ബിഗ് ബോസിലാണെന്നുള്ള ബോധം ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. പക്ഷെ ആൾ നല്ല ബോൾഡാണ്. സംസാരിക്കാനൊക്കെ തുടങ്ങിയാൽ സൂപ്പറാണ്. പക്ഷെ രേണുസുതി ഇതുവരെ കളിക്കാൻ തുടങ്ങിയിട്ടില്ല. ബിഗ് ബോസിനോട് ഇനി കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കളികൾ കളിച്ച് അടിപൊളിയായിട്ട് മിടുക്കിയായിട്ട് വന്നാൽ ഇപ്പോഴുള്ള ഫാൻസ് ഒന്നും കൂടെ രേണുസുതിക്ക് കൂടുകയുള്ളൂ. ചുമ്മാ അവിടെ ഇരുന്ന് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും കണ്ടൻറ്റും കൂടെ ഉണ്ടാക്കിയാൽ കുറേ കൂടെ ഫാൻസ് ഉണ്ടായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ബിഗ് ബോസ് കപ്പ് തന്നെ രേണുസുതിക്ക് കയ്യിൽ മേടിച്ച് തരുന്നതായിരിക്കും. പിന്നെ ആൾ വേറെ ലെവലായിരിക്കുമല്ലോ. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി സോഷ്യൽ മീഡിയ സെൻസേഷനാവും. പക്ഷെ കളിക്കണം, അതേ പറയാനുള്ളൂ. ഇതൊക്കെ രേണുസുതിയോട് ചെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇപ്പോൾ അക്ബറിനെയൊക്കെ പബ്ലിക് ഒപ്പീനിയൻ കാണിച്ചാൽ രേണുസുതിനെയും കാണിക്കാം അല്ലേ ഗൈസ്? അപ്പം രേണുസുതിയുടെ ഫാൻസൊക്കെ കമൻറ്റ് ഇട്ടോളൂ. താങ്ക് യു സോ മച്ച്.